ഇന്നലെ മുതൽ പുറത്തുവരുന്ന വാർത്തയാണ് മുസ്ലിം ലീഗ് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ അധികം സീറ്റുകൾ ആവശ്യപ്പെടുമെന്നും ചില സീറ്റുകൾ വെച്ചു മാറുമെന്നുള്ളത്. ഇന്നത് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിയും അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ അത് തള്ളുകയാണ് ഉണ്ടായത്. അവർ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നു. എന്നാലും ഈ ചർച്ചകൾ നടക്കുമ്പോൾ സാർ എങ്ങനെയാണ് ഇത് വിലയിരുത്തുന്നത്? മുസ്ലിം ലീഗ് തീർച്ചയായിട്ടും കൂടുതൽ സീറ്റുകൾ ചോദിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ തവണ തന്നെ അവർ 25 സീറ്റിൽ മത്സരിച്ചപ്പോൾ ഷിബിലിക്ക് അറിയാം, അതിൽ 15 സീറ്റുകളിൽ അവർ ജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അവരുടെ സ്ട്രൈക്ക് റേറ്റ് തീർച്ചയായിട്ടും വളരെ കൂടുതലാണ്. അതേസമയം ഷിബിലിക്ക് അറിയാമല്ലോ, കോൺഗ്രസ് കഴിഞ്ഞ തവണ എത്ര സീറ്റിലാണ് മത്സരിച്ചത്? 93 സീറ്റിൽ മത്സരിക്കുകയും അതിൽ നിന്ന് കേവലം 21 സീറ്റിലേക്ക് ജയിക്കുകയും ചെയ്ത പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് സീറ്റ് ചോദിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഷിബിലി, ഒരു സാധ്യത എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ജേക്കബിന് കഴിഞ്ഞ തവണ കൊടുത്തത്രയും സീറ്റുകൾ ഇത്തവണ UDF കൊടുക്കാൻ ഒരു സാധ്യതയും ഇല്ല. അപ്പോൾ അങ്ങനെ സാധ്യതകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്തരം സീറ്റുകൾ ഏറ്റെടുത്താൽ നമുക്കറിയാം അതിൽ നിന്നൊരു പോർഷൻ അല്ലെങ്കിൽ 1, 2, 3 സീറ്റുകളെങ്കിലും മുസ്ലിം ലീഗ് ചോദിക്കും. മുസ്ലിം ലീഗ് ഇപ്പോൾ ചോദിക്കുന്നത് 4 സീറ്റുകളാണ് ചോദിക്കാൻ പോകുന്നത്. പക്ഷേ ഷിബിലിയോട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 1, 2 സീറ്റുകൾ കിട്ടിയാൽ പോലും മുസ്ലിം ലീഗ് അതുകൊണ്ട് തൃപ്തിപ്പെടും. പിന്നെ രണ്ടാമത് പറഞ്ഞ ചോദ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ പട്ടാമ്പി പോലെയുള്ള ചില സീറ്റുകൾ അവർ മിക്കവാറും വെച്ച് മാറാനാണ് സാധ്യത. ഇപ്പോൾ KT ജലീൽ മത്സരിച്ചിരുന്ന മണ്ഡലം ഉണ്ടല്ലോ, തവനൂർ, അത്തരം മണ്ഡലങ്ങൾ ഏറ്റെടുക്കാനും പിന്നെ കുന്ദമംഗലം പോലെയുള്ള ചില സീറ്റുകളൊക്കെ ഏതാണ്ട് മുസ്ലിം ലീഗ് വിട്ടുകൊടുക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ ധാരണയായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ VS ജോയ് മത്സരിക്കും എന്ന് കേൾക്കുന്ന മണ്ഡലം ഉണ്ടല്ലോ, തിരുവമ്പാടി. ആ തിരുവമ്പാടിയൊക്കെ തന്നെ മുസ്ലിം ലീഗ്, തിരുവമ്പാടിയും കുന്ദമംഗലമൊക്കെ തന്നെ വിട്ടുകൊടുക്കും. കുന്ദമംഗലത്ത് ഞാൻ കൃത്യമായി പറയുന്നു, കുന്ദമംഗലത്ത് മത്സരിക്കാൻ പോകുന്നത് UDFന്റെ ഒരു ഘടകകക്ഷിയാണ്. അപ്പോൾ അത് ഘടകകക്ഷി മത്സരിക്കാൻ വേണ്ടിയിട്ട് ആ സീറ്റ് ഏതാണ്ട് ഇപ്പോൾ തന്നെ ധാരണയിലെത്തിയിട്ടുണ്ട്. അത് മുസ്ലിം ലീഗും മറ്റ് കോൺഗ്രസും ഒക്കെ കൂടി തന്നെ ധാരണയിൽ ഓൾറെഡി എത്തിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കുന്ദമംഗലം ഇനി ഒരിക്കലും കൈവശം വെക്കാൻ മുസ്ലിം ലീഗിന് പറ്റില്ല. അതുപോലെ തിരുവമ്പാടി അവർക്ക് വേറെ ഏതെങ്കിലും ഒരു കുറച്ചുകൂടി ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് വന്നാൽ ജയിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ ഇത്തരം മണ്ഡലങ്ങളൊക്കെ തന്നെ കുന്ദമംഗലവും ഈ തിരുവമ്പാടിയൊക്കെ വിട്ടുകൊടുത്തുകൊണ്ട് മറ്റ് മണ്ഡലങ്ങൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ മുസ്ലിം ലീഗ് ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. രണ്ടാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ ഒരു 3, 4 സീറ്റുകളെങ്കിലും കൂടുതൽ ചോദിക്കുകയും അതിലൊരു 2, 3 ഒക്കെ കിട്ടിയാൽ പോലും മുസ്ലിം ലീഗ് അതുകൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ജോസഫ് ഗ്രൂപ്പിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടികളിൽ നിന്നൊക്കെ കോൺഗ്രസ് എത്ര സീറ്റുകൾ ഇങ്ങോട്ട് ഏറ്റെടുക്കും എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിനും അതിൽ വലിയ വിമുഖതയൊന്നും ഉണ്ടാവില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ സീറ്റുകൾക്ക് വേണ്ടി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ആ പ്രവർത്തനം തുടങ്ങിയവരെയൊക്കെ വെട്ടാനും ഉപയോഗിക്കും. കാരണം ആ സീറ്റുകൾ മുസ്ലിം ലീഗിന് വിട്ടുകൊടുത്താൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ നേതാക്കന്മാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഇപ്പോൾ 88 സീറ്റുകളിലൊക്കെയാണ് നേരത്തെ കോൺഗ്രസ് മത്സരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് കുറെ കൂടി കൂടുതലാണ്. കോൺഗ്രസിന് അത്രയും സീറ്റുകളൊന്നും ജയിപ്പിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നൊരു പ്രചാരണമൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗ് ആണെങ്കിൽ കുറച്ചുകൂടി ഗംഭീരമായത് വർക്ക് ചെയ്യുകയും അവർക്കത് ജയിപ്പിച്ചെടുക്കാനും കഴിയും. പക്ഷേ ഇതിൻ്റെയൊക്കെ ആകത്തുക എന്തായിരിക്കും എന്നറിയാമോ ഷിബിലി? ആകത്തുക എന്ന് പറയുന്നത് ഇപ്പോൾ 15 സീറ്റിന് പകരം ഒരു 25, 28, 30 സീറ്റുകളിലൊക്കെ മത്സരിക്കണം എന്നാണ് മുസ്ലിം ലീഗിൻ്റെ ആഗ്രഹം. പക്ഷേ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. കാരണം അവർക്കൊരിക്കലും പറയാൻ പറ്റുമോ ഞങ്ങൾ സീറ്റ് ഇറച്ച് തുടങ്ങി, ഞങ്ങൾ സീറ്റുകൾ കൂടുതൽ ആവശ്യപ്പെടുമ്പോൾ പോകുന്നു എന്നൊന്നും അവർക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും അർത്ഥമില്ല. അവരിപ്പോൾ ഒരു 4, 5 സീറ്റുകളെങ്കിലും മിക്കവാറും കൂടുതൽ ആവശ്യപ്പെടാനുള്ള സാധ്യത. ഒരു 2, 3 സീറ്റുകൾ കിട്ടിയാലും അതുകൊണ്ട് അവർ തൃപ്തിപ്പെടും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമുള്ളത്, ഇതിൽ അടുത്ത തവണ ഇപ്പോൾ കോൺഗ്രസ് ഒരു 40 എണ്ണത്തിൽ ജയിച്ചു വരികയാണ്, അല്ലെങ്കിൽ 43 എണ്ണത്തിൽ ജയിച്ചു വരികയാണ്. പക്ഷേ പകരം ഒരു 20, 22 എണ്ണത്തിലൊക്കെ മുസ്ലിം ലീഗ് ജയിച്ചു വരികയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ ഉറപ്പായിട്ടും മുസ്ലിം ലീഗ് ആവശ്യപ്പെടും. ഒന്ന്. രണ്ടാമത്, കുറച്ചുകൂടി കനപ്പെട്ട പോർട്ട്ഫോളിയോകൾ മുസ്ലിം ലീഗ് ഒരുപക്ഷെ ആവശ്യപ്പെട്ടേക്കാം. എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇപ്പോൾ ഒരു വലിയ സാധ്യത എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു 30 സീറ്റുകൾ മുസ്ലിം ലീഗിന് കൊടുക്കുന്നു, അതിൽ മുസ്ലിം ലീഗ് ഒരു 27, 28 സീറ്റുകൾ ജയിക്കുന്നു, ഒരു 40 സീറ്റുകളോളം കോൺഗ്രസ് ജയിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും വേണമെങ്കിൽ ഒരു ഉപമുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ കുറച്ചുകൂടി കനപ്പെട്ട പോർട്ട്ഫോളിയോസൊക്കെ തന്നെ ഏറ്റെടുക്കാൻ അവർ തയ്യാറാവും. ഇപ്പം ധനമൊക്കെ ഫ്രീ ആണ്. കാരണം ധനം നേരത്തെ നമുക്കറിയാമല്ലോ എല്ലായ്പ്പോഴും KM മാണിക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഫ്രീ ആണ്. അത്തരത്തിലുള്ള വലിയ പോർട്ട്ഫോളിയോസോ അല്ലെങ്കിൽ മന്ത്രിമാരുടെ നമ്പർ കൂടുതലൊക്കെ തന്നെ
ആവശ്യപ്പെടാനുള്ള എല്ലാ സാധ്യതയും മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിലുണ്ട്. മുസ്ലിം ലീഗ് അതൊക്കെ കൃത്യമായി അറിയുന്ന ആളുകളാണ്. അതിൽ മുസ്ലിം ലീഗിന് കോൺഗ്രസിനകത്തു നിന്ന് തന്നെ വലിയ തോതിലുള്ള പിന്തുണ ഉണ്ടാവും. ചെറുപ്പം പറഞ്ഞത് മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ അകത്ത് നിന്ന് പിന്തുണ ഉണ്ടാവുന്നു, അതെങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഇപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിനകത്ത് ആർക്കെങ്കിലും മുഖ്യമന്ത്രി ആകണമെങ്കിൽ അവരാദ്യം ചെയ്യേണ്ട പണി എന്താണ്? ലീഗിന്റെ സപ്പോർട്ടാണ് ആദ്യം ചെയ്യേണ്ട പണികളിൽ ഒന്ന്, ഞാൻ പറയുന്നത് ആദ്യം തീർച്ചയായിട്ടും അവരുടെ പാർലമെന്ററി പാർട്ടിക്കകത്ത് ഭൂരിപക്ഷം ഉണ്ടാക്കണം, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഭൂരിപക്ഷം ഉണ്ടാക്കണമെങ്കിൽ ശിവലി എന്ത് ചെയ്യേണ്ടി വരും? തങ്ങൾക്ക് എതിര് നിൽക്കാൻ സാധ്യതയുള്ള ആളുകളുടെ സീറ്റുകൾ കൂടി എന്ത് ചെയ്യേണ്ടി വരും? കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു 3-4 സീറ്റുകൾ കൊടുത്താലും ആർക്കും പ്രശ്നമില്ല. ഈ കോൺഗ്രസിനകത്ത് നിൽക്കുന്ന വലിയ നേതാക്കന്മാർക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല. ഒന്ന്, അത്തരത്തിൽ മുഖ്യമന്ത്രി ആകാൻ പോകുന്ന ആളുകൾക്ക്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ശിവലി പറഞ്ഞൊരു കാര്യം കറക്റ്റാണ്. മുസ്ലിം ലീഗിൻ്റെയും മറ്റ് ഈ പറയുന്ന മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളുടെയൊക്കെ പിന്തുണ ആർജിക്കേണ്ടി വരും. അപ്പം മറ്റു ഘടകകക്ഷികളുടെയൊക്കെ പിന്തുണ ആർജിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ പോലും അതിൽ ഒരേ ഒരാളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതുള്ളത്. അതാരാണ്? അത് മുസ്ലിം ലീഗാണ്. അല്ലാതെ ഇപ്പോൾ നാളെ മോൻസ് ജോസഫിൻ്റെയോ PJ ജോസഫിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഘടകകക്ഷികളുടെയോ ഒക്കെ പിന്തുണ, ഇപ്പോൾ RSP കുറച്ചുകൂടി ഇതുണ്ടാവും, അത്തരം 2-3 പേരുടെ പിന്തുണ ഇവർ ഉറപ്പുവരുത്തിയാൽ മതി. അപ്പോൾ അതിനും അപ്പുറത്തേക്കുള്ളൊരു പിന്തുണ ഇവർക്ക് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടിനും സഹായിക്കുന്ന നിലപാടുകളായിരിക്കും എടുക്കുക. കാരണം പ്രത്യേകിച്ചും കോൺഗ്രസിനകത്ത് ഇപ്പോൾ അപ്രമാദിത്വം പേറുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നേതാവ് ഉണ്ട് എന്നുള്ളത് മുസ്ലിം ലീഗ് തന്നെ വിചാരിക്കുന്നില്ല. അല്ലെങ്കിൽ അതിനകത്ത് തന്നെയുള്ള ചർച്ചകളിലൊക്കെ തന്നെ പല ആളുകളും പല എതിരഭിപ്രായങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം എല്ലാ കാലത്തും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൊരു പാർട്ടി കൂടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പുറമേ വന്ന് സലാം സാഹിബും അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്കറിയില്ല, മാധ്യമങ്ങൾക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ. ഞങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല. ഞങ്ങളും കൂടി ഒന്ന് അറിയണ്ടേ. സീറ്റ് വിഭജന ചർച്ച തുടങ്ങിയിട്ടില്ല. അതുപോലെ സീറ്റ് ഞങ്ങൾ കൂടുതൽ ആവശ്യപ്പെടണോ വേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ല. ചില സീറ്റുകൾ വെച്ചുമാറിയത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. പകരം വെച്ചുമാറിയ സ്ഥലങ്ങളിൽ ഇവർ പ്രചരണം തുടങ്ങിയത് ഞങ്ങൾക്കറിയില്ല എന്നൊക്കെ ഇവർ തമാശയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ തമാശകൾക്കും അപ്പുറം യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ്. മറിച്ച് വലിയൊരു തീരുമാനമൊന്നും കോൺഗ്രസ് എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് സീറ്റുകൾ കൂടുതൽ ആവശ്യപ്പെടും, അവിടെ മത്സരിക്കും. കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ കനപ്പെട്ട പോർട്ട്ഫോളിയോകൾ, മന്ത്രിസ്ഥാനങ്ങൾ അവർ ചോദിക്കും, അല്ലെങ്കിൽ മന്ത്രിമാരുടെ നമ്പറും കൂടുതൽ ചോദിക്കും, ഒരു സംശയവും ഇല്ല.